ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് വരാൻ പറ്റി. ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. ഒരുപാട് സന്തോഷം. ഈ വർഷത്തെ പൊങ്കാല എനിക്ക് ഒരുപാട് സ്പെഷ്യൽ പ്രാർത്ഥനകളുണ്ട്. ഇപ്രാവശ്യം തുടരും റിലീസുണ്ട് ഉടനെ. അപ്പോൾ അതിന് നന്നായിട്ട് വരാനുള്ള പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് ഇപ്രാവശ്യം പ്രത്യേക വഴിപാടായിട്ടില്ല, സാധാരണ ഉള്ളതുപോലെ. പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ റിലീസ് വരുന്നത് തുടരും റിലീസ്. പിന്നെ ഇപ്പം ഒരു വെബ് സീരീസ് റിലീസായി, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അത് നല്ല റിവ്യൂസ് ആണ് വരുന്നതൊക്കെ. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ വിശേഷം. ഈ വർഷം പൊങ്കാല, എല്ലാ വർഷവും പൊങ്കാല അമ്മയുടെ നടയിൽ വരുന്ന പോലെ തന്നെ ഈ വർഷവും വന്നു. ഇവിടെ ഈ ദിവസം വരുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫീൽ അറിയുള്ളൂ. പുറത്തുനിന്ന് നോക്കുന്നവർ ചിലപ്പോൾ പലരും കളിയാക്കാറുണ്ട്. കുറെ നടികൾ വന്നേക്കുന്നു, അവർ വന്നേക്കുന്നു. അങ്ങനെയല്ല, നടികളോ നടന്മാരൊന്നും ഒന്നുമില്ല ഇവിടെ. ഇത് നമ്മളുടെ മനസ്സിന്റെ ഒരു തൃപ്തിയാണ്. അമ്മയുടെ അടുത്ത് എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഇപ്പൊ ഇവള് കൂടെയുണ്ട്. അവള് 2-3 സീരിയലിൽ ഇപ്പൊ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ അവള് കൂടെയുണ്ട്. പുതിയ പ്രോജക്റ്റ് സൂര്യയിലുണ്ട്, ഏഷ്യാനെറ്റിലുണ്ട്, തമിഴുണ്ട്, പിന്നെ സിനിമയുണ്ട്. ഇത് ആദ്യത്തെ പൊങ്കാല എൻ്റെ ലൈഫിൽ ഫസ്റ്റത്തെ പൊങ്കാലയാണ് ഇവിടുത്തത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ പൊങ്കാല ഇടാനായിട്ട് സാഹചര്യം ഒത്തു വന്നതിൽ. അതിൽ ഏറ്റവും വലിയ കാരണക്കാരി ഇതായിരിക്കും എൻ്റെ അമ്മ തന്നെയാണ്. കാരണം ഷൂട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പൊങ്കാല ഇടാനായിട്ട് വന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വർഷം ഇടാൻ പറ്റുമെന്ന്. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തൊട്ട് എനിക്ക് ഇങ്ങനെ ഇടണമെന്ന്. കഴിഞ്ഞ വർഷം തൊട്ടല്ല, ഇവിടെ ഇത് അറിഞ്ഞ കാലം തൊട്ടേ ഉണ്ടായിരുന്നു ഒരു പൊങ്കാല ഇടണമെന്ന്. അപ്പോൾ ഇത് ഇടാൻ പറ്റിയതിലും ഇനി അങ്ങോട്ട് തുടർന്ന് ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം.